വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടി. തൃശൂർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയ യുവാവ് മരിച്ചു. കുറ്റിച്ചിറ സ്വദേശി സിനീഷാണ് മരിച്ചത്. ഹെർണിയ ഓപ്പറേഷന് അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സനീഷിന്റെ ബന്ധുക്കൾ പ്രതികരിച്ചു. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. അഭിനന്ദ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? കുടുംബം, സനീഷിന്റെ കുടുംബം എന്താണ് പറയുന്നത്? ആശുപത്രിയുടെ വിശദീകരണം എന്താണ് അഭിനന്ദ്? റിജിത്ത്, ഇന്നലെയാണ് ഹെർണിയ ഓപ്പറേഷന് വേണ്ടി കോടശ്ശേരി സ്വദേശിയായിട്ടുള്ള സജീഷിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നായിരുന്നു ശസ്ത്രക്രിയ നടത്താനുള്ള തീയതി നിശ്ചയിച്ചിരുന്നത്. ഇന്ന് രാവിലെയാണ് ഈ ശസ്ത്രക്രിയയ്ക്കായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അയറ്റുന്നത്. അതിന് മുമ്പ് തന്നെ പ്രാഥമികമായ പരിശോധനകളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലേക്ക് അനസ്തേഷ്യ നിർദ്ദേശിച്ചത്. ഇന്ന് അനസ്തേഷ്യ എടുത്തതിന് തൊട്ട് പിന്നാലെ തന്നെ ശരീരം അസകലം വേദനയും തളർച്ചയും ഒക്കെ അനുഭവപ്പെട്ടു. പിന്നീട് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ആ ഹൃദയാഘാതത്തിന് ശേഷം ആദ്യഘട്ടത്തിൽ അടിയന്തരമായ ചില ശുശ്രൂഷകളൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെ നൽകി. പിന്നീട് സ്ഥിതി വഷളാവുകയായിരുന്നു. ഇക്കാര്യം എന്തായാലും ഡോക്ടേഴ്സ് ബന്ധുക്കളെ അറിയിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ ചാലക്കുടിയിലെ തന്നെ സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെ എത്തിയപ്പോഴും രണ്ടാമത് വീണ്ടും ഹൃദയാഘാതം സംഭവിക്കുകയും മരിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ ആശുപത്രി അധികൃതർക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ബന്ധുക്കൾ ഉയർത്തുന്നത്. ഈ അനസ്തേഷ്യ ഉണ്ടായ സമയത്ത് തന്നെ അലർജിയാണെന്നുള്ള കാര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് ചെവിക്കൊള്ളാൻ ചാലക്കുടി താലൂക്ക് ആശുപത്രി അധികൃതരോ ഡോക്ടേഴ്സോ തയ്യാറായില്ല എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ യുവാവ് മരിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്.